തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ അന്വേഷണ സംഘം പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുത്തശ്ശി സൽമ ബീവിയുടെ കൊലപാതകത്തിലാണ് പാങ്ങോട് പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷമാകും അഫാനെ ഡിസ്ചാർജ് ചെയ്യുക. മെഡിക്കൽ കോളേജിൽ നിന്ന് രാഹുൽ ജയനാഥ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണല്ലോ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോത്തി, അത് തന്നെയാണ്. ഉമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു ഈ മൊഴിയെടുപ്പ്. ഇപ്പോൾ അല്പസമയം മുൻപാണ് പാങ്ങോട് പോലീസ് CI ജിനീഷിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. സംഘം ആശുപത്രി കോംപ്ലക്സിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, മൊഴിയെടുപ്പിന് സഹകരിക്കുന്ന തരത്തിലേക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്, ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായാണ് ഇന്ന് പാങ്ങോട് പോലീസ് ഇവിടെ എത്തി ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തി ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യമാണുള്ളത്. 2 സാധ്യതകളാണ് അതിനുള്ളത്. ഒന്ന്, ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ സെല്ലിൽ തന്നെ പ്രതി തുടരുന്നു. അതിനോടൊപ്പം ഇനി വെഞ്ഞാറമൂട് പോലീസ് എത്തണം. വെഞ്ഞാറമൂട് പോലീസിൻ്റെ നടപടികളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൻ്റെ സെല്ലിലേക്ക് മാറ്റി, കാരണം എലിവശം കഴിച്ചു എന്ന് പറയുന്നു. നിലവിൽ ആരോഗ്യസ്ഥിതി ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ആരോഗ്യസ്ഥിതി മെച്ചമാണെന്ന് പറയുമ്പോഴും തുടർന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, ദേഹാശ്വാസങ്ങൾ ഉണ്ടാകുമോ എന്ന് കരുതി ഇവിടെ മെഡിക്കൽ കോളേജ് സെല്ലിൽ തന്നെ തുടർന്നുകൊണ്ട് ഇവിടുന്ന് പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോകാതെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്ന് മജിസ്ട്രേറ്റ് ഒരുപക്ഷെ ഇവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിലുള്ള സാധ്യത പാങ്ങോട് പോലീസ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പ്രതിയുമായി നെടുമങ്ങാട് കോടതിയിലേക്ക് പോകാനുള്ള 2 സാധ്യതകളാണ് നിലവിലുള്ളത്. എന്തായാലും 1 മണിക്കൂറിലധികം നീണ്ടുനിന്നു ഈ മൊഴിയെടുപ്പ്. അത് പാങ്ങോട് CI ജിനീഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ് നടന്നത്. അത്തരത്തിൽ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ഉള്ള തരത്തിലേക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രതി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി എന്ന തരത്തിലാണ് പറയുന്നത്. ഇനി മെഡിക്കൽ ബോർഡ് കൂടി ആണ് ഡിസ്ചാർജ് നടപടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക. അത്തരം ഡിസ്ചാർജ് നടപടി ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാകും പ്രതിയെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപക്ഷെ നെടുമങ്ങാട് കോടതിയിലേക്കാകും പോകുക. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ തന്നെ തുടർന്നുകൊണ്ട് വെഞ്ഞാറമൂട് പോലീസ് ഉൾപ്പെടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. മോത്തി.